എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ഫോട്ടോ കണ്ടില്ലേ? മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി പത്മ പുരസ്കാരം സ്വീകരിച്ചതിന് ശേഷം കുടുംബസമേതം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടൊരു ഫോട്ടോ ആണിത്. ഈ ഫോട്ടോയാണ് ദുൽഖർ സൽമാൻ നരേന്ദ്രമോദിയുടെ കൈ പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടി, അത് നിങ്ങൾ ആ ഫോട്ടോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദുൽഖർ സൽമാൻ്റെയും നരേന്ദ്രമോദിയുടെയും മമ്മൂട്ടിയുടെ മുഖത്തെ ആ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. എന്തോ വലിയ സന്തോഷം, എല്ലാവർക്കും വലിയ സന്തോഷം. അതായത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ മഹാമേരുവിൻ്റെ ഓറയിൽ ശരിക്കും രണ്ടാളും വീണ് മയങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ കത്തിച്ച ഫോട്ടോ ആയിരുന്നു ഇന്നലെ. നരേന്ദ്രമോദി ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യ ഒട്ടാകെ ശരിക്കും ഈ എക്സിലൊക്കെ, സോഷ്യൽ മീഡിയ എക്സിലൊക്കെ വേൾഡ് ട്രെൻഡിങ്ങിൽ തന്നെ ഒന്നാമതെത്തിയൊരു ഫോട്ടോ ആയിരുന്നു നരേന്ദ്രമോദിയും ഈ മമ്മൂട്ടിയും ദുൽഖർ സൽമാനിലെ ഫോട്ടോ. അപ്പോൾ ആ ഫോട്ടോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദുൽഖറിൻ്റെ കൈ പിടിച്ചിട്ടില്ല ആ ഒരു കോൺഫിഡൻസ് രണ്ടാളും ശ്രദ്ധിച്ചു. നരേന്ദ്രമോദി ആയാലും ദുൽഖറിൻ്റെ മുഖത്തെ ആ ഭാവം ശ്രദ്ധിച്ചിരുന്നു. മമ്മൂട്ടിയുടെ പോലും മുഖത്തെ ഭാവം ശ്രദ്ധിച്ചു. എന്ത് വലിയ നല്ല സന്തോഷമുള്ളത്. അപ്പോൾ ഇവിടെയില്ലേ സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. ഞങ്ങൾ അസ്വസ്ഥരാണെന്ന് പറഞ്ഞ മാതിരി വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. അവർക്ക് എന്താണെന്നറിയോ? അതായത് ഇവിടെ ഒരു നെറേറ്റീവ് ഉണ്ട്. നരേന്ദ്രമോദി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നരേന്ദ്രമോദി ആയാലും അമിത്ഷായാലും ബി ജെ പി നേതാക്കന്മാരായാലും രാവിലെ എല്ലാ ദിവസവും തുടങ്ങുന്നത് തന്നെ കുറച്ച് മുസ്ലിങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയണ്ടേ, ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് തിന്നിട്ടാണ് അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ മാപ്പുകളൊക്കെ പറഞ്ഞ് മലയാളിയെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പൊട്ടുന്നതിനെയാണ് ഈ പത്മ പുരസ്കാരം വിതരണം ചെയ്യുന്നത്, പത്മ പുരസ്കാരം അനൗൺസ് ചെയ്യുന്നത്. അതിൽ എന്താ പറയണ്ടേ, മമ്മൂട്ടിയുടെ പേര് വരുന്നു. അതായത് ഇവിടെ UPA സർക്കാർ 10 വർഷം ഭരിച്ചിട്ട് പോലും മമ്മൂട്ടിക്ക് പത്മ പുരസ്കാരം കിട്ടിയില്ല. അപ്പോൾ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണമാണ് മമ്മൂട്ടിയെ പോലെയുള്ള ഒരു മുസ്ലിമിന് എന്താ പറയുക പത്മ പുരസ്കാരം കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ വലിയ രീതിയിലുള്ള അമർഷം ഇവിടുത്തെ കമ്മികൾക്കും സുഡാപ്പികൾക്കൊക്കെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ഏകദേശം 1.5 മാസം മുന്നെയാണ് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപിച്ച സമയത്ത് മമ്മൂട്ടിയുടെ അടുത്ത് തന്നെ കുത്തിത്തിരിപ്പ് ചോദ്യമായിട്ട് ഇവിടുത്തെ മാപ്പുകൾ ചെന്നിരുന്നു. അപ്പോൾ മമ്മൂട്ടി എന്താ പറയുക, രാജ്യം തരുന്ന പുരസ്കാരമാണ്, ഞാൻ അതിന് 2 കൈകളും നീട്ടി സ്വീകരിക്കും. അതായത് രാജ്യമാണ് എനിക്ക് എല്ലാം, അത് കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാം ഉണ്ട്, അത് ഈ രാജ്യം തരുന്ന എന്താ ഞാൻ കൈനീട്ടി സ്വീകരിക്കും എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. അപ്പോൾ ഒന്നും ചോദിക്കാൻ പറ്റാത്ത, തിരിച്ച് കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു കേരളത്തിലെ മാപ്പുകൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചണം, അത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നരേന്ദ്രമോദി ഗുരുവായൂർ വെച്ചിട്ട് എല്ലാവരും ക്ഷണിച്ചിരുന്നു. മമ്മൂട്ടി ഉണ്ടായിരുന്നു, മോഹൻലാൽ, മലയാള സിനിമയിലെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നരേന്ദ്രമോദി ഈ കല്യാണ മണ്ഡപത്തിലിട്ട് കയറുന്നതിന് മുന്നേ തന്നെ എല്ലാ ആൾക്കാരും ഇങ്ങനെ തൊഴുത് എല്ലാവരും ഇങ്ങനെ തൊഴുത് വരുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ബിജു മേനോൻ ഉണ്ടായിരുന്നു, മനോജ് കെ ജയൻ ഉണ്ടായിരുന്നു, മോഹൻലാലായിരുന്നു, മമ്മൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ ആൾക്കാർ 1 by 1 ആയിട്ട് ഇങ്ങനെ തൊഴുത് വരികയായിരുന്നു. അപ്പോൾ മോഹൻലാലിനെ തൊഴുന്ന സമയത്ത് നരേന്ദ്രമോദി മോഹൻലാലിനെ തൊഴുന്നു, അടുത്തത് മമ്മൂട്ടിയുടെ ഊഴമാണ്. ആ സമയത്ത് മമ്മൂട്ടി കൈ കെട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം നരേന്ദ്രമോദി മമ്മൂട്ടിയെ തൊഴുതു, മമ്മൂട്ടി തിരിച്ചും തൊഴുതു. പക്ഷേ ആ മോഹൻലാലിനെ തൊഴുന്ന സമയത്തുള്ള ഫോട്ടോ ഉണ്ടല്ലോ, മമ്മൂട്ടി കൈ കെട്ടി നിൽക്കുന്ന ഫോട്ടോ വെച്ചിട്ട് പറഞ്ഞു, അതായത് ഇത്തരം ഫാസിസ്റ്റുകൾക്ക് മുന്നിൽ നമ്മുടെ മമ്മൂക്ക തൊഴുത് കൂപ്പിട്ട് നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പ്രചാരണം നടത്തിയ ടീമാണ് ഇവിടുത്തെ കമ്മി സുഡാപ്പികൾ ടീം. ആ ടീമുകൾക്ക് ഇപ്പോൾ എന്ത് പറയേണ്ടത്? ഇന്നലെ സോഷ്യൽ മീഡിയ കത്തിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഈ മമ്മൂട്ടി പത്മ പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് വാങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ നരേന്ദ്രമോദിയെ കൈകൂപ്പി തൊഴുതിട്ടാണ് പോയത്. അപ്പോൾ നരേന്ദ്രമോദി തിരിച്ചും ആ കൈകൂപ്പി തൊഴുന്നൊരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് എല്ലാവരും കണ്ണു നടക്കുന്നൊരു ഫോട്ടോ. അത് മമ്മൂട്ടി എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ അല്ല, ഇന്ത്യയിലെ തന്നെ മികച്ച നടന്മാർ ഒരു തർക്കമില്ല. പക്ഷേ ഈ മമ്മൂട്ടിയിലും മോഹൻലാലും ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച നടന്മാരെ ഗണത്തിലെടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു ടോപ്പ് ഒരു 15 പേര് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. അതിലൊരു തർക്കവുമില്ല. പക്ഷേ ഇവർ ആവശ്യം എന്താണ്? മമ്മൂട്ടിയുടെ മതം ചകഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. മമ്മൂട്ടിയും ദുൽഖറും ഇപ്പോൾ ഇവരൊക്കെ നരേന്ദ്രമോദിയെ കണ്ടു, ദുൽഖറിൻ്റെ കൈയൊക്കെ പിടിച്ച് വലിയ രീതിയിലുള്ള ഒരു സ്നേഹപ്രകടനം അവർ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കാരണവശാലും ഇവർ എന്താ പറയേണ്ടത്, ഒരു തെറ്റ് പറയാൻ പറ്റാത്ത രീതിയിലാണ് അവർ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഒരു വാർത്ത എന്ന് വെച്ചാൽ, ഈ ദുൽഖറായാലും മമ്മൂട്ടിയുടെ ഫാമിലിയായിട്ട് മമ്മൂട്ടി ഉണ്ടായിരുന്നു, ദുൽഖർ ഉണ്ടായിരുന്നു, ദുൽഖറിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, മമ്മൂട്ടിയുടെ മകളുണ്ടായിരുന്നു, സുൽഫത്ത് മമ്മൂട്ടിയുടെ ഭാര്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പത്മ പുരസ്കാരം കണ്ടതിന് ശേഷം നരേന്ദ്രമോദി കണ്ടു, ഒരുപാട് ഇതിനെ സംസാരിച്ചു. അപ്പോൾ മമ്മൂട്ടിയും ദുൽഖറുമായിട്ട് ഏകദേശം ഈ മൊത്തം ഫാമിലിയായിട്ട് ഏകദേശം 3 മണിക്കൂറാണ് സ്പെൻഡ് ചെയ്തത്. അതിൽ 2 മണിക്കൂറും മമ്മൂട്ടിയും ദുൽഖറും തമ്മിൽ നരേന്ദ്രമോദി സംസാരിച്ചു. എന്തിനായിരിക്കാം? അതാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ മാപ്പുകൾക്കായാലും കേരളത്തിലെ സുഡാപ്പികൾക്കായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നൊരു വാർത്ത തന്നെയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഫോട്ടോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മമ്മൂട്ടിയുടെ ഒരു ഫാമിലിയും തട്ടം ധരിച്ചിട്ടില്ല, അങ്ങനെ ഒരു മുസ്ലിം ഐഡൻറ്റിറ്റിയും വെളിപ്പെടുത്തുന്ന രീതിയിലല്ല അവർ നരേന്ദ്രമോദിയെ കണ്ടത്. അപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സെലിബ്രിറ്റീസ് ആരെങ്കിലും ഇത്തരം ഒരു പബ്ലിക് ഫംഗ്ഷനിൽ
മുസ്ലിം ആണെന്ന് വെച്ചോ, അവർ പർദ്ദയിട്ടില്ലെങ്കിലും അവരെന്തെങ്കിലും മുസ്ലിം സിമ്പിൾ കാണിക്കുന്നില്ലെങ്കിലും ഇവിടെ സുഡാപ്പികളൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ഫാമിലിക്ക് മാത്രമേ ഒരു പ്രിവിലേജ് ഉള്ളൂ, അത് മമ്മൂട്ടിയുടെ ഫാമിലിക്ക് മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെ തട്ടം വിടാതെ പുറത്ത് നടക്കാനും, അതായത് കാഫറായിട്ട് പുറത്ത് നടക്കാനുള്ള പ്രിവിലേജ് ഈ സുഡാപ്പികൾ കൊടുത്തിരിക്കുന്ന മമ്മൂട്ടികൾ മാത്രമേ ഉള്ളൂ. ഇൻ കേസ് ആസിഫ് അലി ആയാലും മറ്റ് വേറെ ആരെങ്കിലും ആയാലും തട്ടിടാതെ വന്നതിന് ശേഷം ഒരുപാട് അറ്റാക്കുകൾ നേരിട്ട ഒരു ഫാമിലി ആയിട്ട് അവരുടെയൊക്കെ. പക്ഷേ മമ്മൂട്ടിയുടെ എക്സെപ്ഷനിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കാം മമ്മൂട്ടിയും നരേന്ദ്രമോദിയും ദുൽഖർ സൽമാനും 2 മണിക്കൂറോളം ചർച്ച ചെയ്ത് എന്താണ്, അതാണ് ഇവരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത്. ഇപ്പോൾ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്ന ഈ മീഡിയ ഉള്ള ടീമുകളൊക്കെ ആയാലും അവരൊക്കെ ചിന്തിക്കുകയാണ് എന്തായിരിക്കാം മമ്മൂട്ടിയും ദുൽഖറും ഇങ്ങനെ നരേന്ദ്രമോദിയായിട്ട് 2 മണിക്കൂറോളം എന്താണ് ചർച്ച ചെയ്ത് എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ ചില ഗോസിപ്പ് മീഡിയകൾ, ഗോസിപ്പുകൾ സത്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അത് അവർ പറയുന്നതെന്ന് വെച്ചാൽ മമ്മൂട്ടി ഒഫീഷ്യലായിട്ട് മമ്മൂട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എന്താണെന്ന് തുറന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അത് കൈരളി TV-യുടെ ഒരു ഒരു MD ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി. അപ്പോൾ ഈ മമ്മൂട്ടിക്ക് പാർട്ടിയായിട്ട് വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കഴിഞ്ഞ കുറേ നാളായിട്ട് ഉണ്ടായിട്ടുണ്ട്. 1-2 കാര്യങ്ങളെന്ന് വെച്ചാൽ മമ്മൂട്ടി വളരെയധികം ആഗ്രഹിച്ചൊരു പോസ്റ്റാണ് ഒരു രാജ്യസഭാ സീറ്റ് എന്നതിന്. ആ രാജ്യസഭാ സീറ്റിലേക്ക് പിണറായി വിജയൻ പോലും മമ്മൂട്ടിയെ സജസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിനെ തുരങ്കം വെച്ചത് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. മമ്മൂട്ടിക്ക് കൊടുക്കരുത്, മമ്മൂട്ടിയുടെ മതം പറഞ്ഞിട്ട് അവിടെ തുരങ്കം വെച്ചത് ജോൺ ബ്രിട്ടാസ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം മമ്മൂട്ടിക്ക് വ്യക്തമായി അറിയാം ആരായിരുന്നു ഇതിന് പാരവെച്ചെന്ന്. പക്ഷേ മമ്മൂട്ടി അതിനുശേഷം ഈ കൈരളി TV-യുടെ MD എന്ന ഈ തലപ്പത്തിരിക്കുന്ന ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നു. പക്ഷേ അതിനുശേഷം മമ്മൂട്ടിക്ക് ഏറ്റവും കൂടുതൽ മമ്മൂട്ടിയെ ചുടിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ വയനാട്, അതായത് ഈ ഇലക്ഷന് മുന്നേ കേരള സർക്കാർ വയനാട് നമ്മുടെ ദുരന്തബാധിത പ്രദേശത്ത് സർക്കാർ ഭൂമി വെച്ച് നൽകിയിരുന്നു. അപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ടുള്ള ഭൂമി വീടുകൾ ഉണ്ടാക്കിയത്. അതെന്ന് വെച്ചാൽ എല്ലാ നാട്ടുകാരുടെ അടുത്ത് മൊത്തം കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം പിരിച്ചിട്ടാണ് ആ ഭൂമി ഉണ്ടാക്കിയത്. പക്ഷേ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടും അത് കാണാൻ വേണ്ടിയിട്ടും മമ്മൂട്ടി വന്നപ്പോൾ വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന സുഡാപ്പി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ അമിതമായ ഒരു ഇടപെടൽ കാരണം മമ്മൂട്ടി ഒരു കാര്യം തുറന്നു പറഞ്ഞു. മീഡിയ ഇത് ഏറ്റുപിടിച്ചെന്ന് മാത്രം. മമ്മൂട്ടി പറഞ്ഞേ, അതായത് താങ്കൾ അധികം എൻ്റെ അടുത്ത് ഇടപെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മീഡിയ പറയും, അതായത് പാർട്ടിയുടെ ഒരു നോമിനിയായിട്ടാണ് ഞാൻ വന്നേ എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. പക്ഷേ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അത് മമ്മൂട്ടി പാർട്ടിക്കെതിരെ തിരിഞ്ഞു എന്ന രീതിയിലാണ് കാര്യങ്ങൾ പിന്നീട് പുറത്തു വന്നത്. അപ്പോൾ മമ്മൂട്ടിക്ക് അത് വലിയൊരു അസ്വസ്ഥതയുണ്ട്. അതിനുശേഷം പാർട്ടിയുടെ വലിയ രീതിയിൽ അകന്നിരിക്കുകയാണ്. അപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം, മമ്മൂട്ടിയുടെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടി എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നല്ല വേൾഡിൽ തന്നെ നല്ല അറിയപ്പെടുന്ന ഒരു നടൻ തന്നെയാണ്. വേൾഡിൽ തന്നെ ആ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു 10-15 നടന്മാരെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ടോപ്പിൽ വരുന്ന ഒരാൾ തന്നെയാണ് മമ്മൂട്ടി, ഒരു തർക്കവുമില്ല. അപ്പോൾ കരിയറിൽ ഇത്ര അധികം അച്ചീവ്മെൻറ്റ് നേടിയ ഒരു വ്യക്തിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നതമായ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കണം, നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വോയിസായി മാറണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. അതായത് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, പാർലമെൻറ്റ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കണം, നമ്മുടെ നാടിന് വേണ്ടി സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ മമ്മൂട്ടിക്കുണ്ട്. അപ്പോൾ രാജ്യസഭ MP ആയിട്ട് മമ്മൂട്ടി രാജ്യസഭയിൽ വന്നാലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നരേന്ദ്രമോദിയായിട്ട് സംസാരിച്ചത്. അപ്പോൾ മമ്മൂട്ടിയുടെ ആ മുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത്രയും ഹാപ്പി ആയിട്ടാണ് ദുൽഖറിനെ കൈപ്പിടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, മനസ്സിലായില്ലേ? ഇത് കാരണം ഈ ഒറ്റ ഫോട്ടോ കാരണം ദുൽഖറിന് പാൻ ഇന്ത്യൻ ലെവലിൽ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനായാലും ഈ 2 മണിക്കൂർ മമ്മൂട്ടിയും ദുൽഖറായിട്ട് സംസാരിച്ചതിൽ ഇത്തരം കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരിക്കാം. BJPയുടെ ബാനിൽ മമ്മൂട്ടി ഒരു രാജ്യസഭ MP ആവട്ടെ, ഒരു മന്ത്രിയായിട്ട് വരട്ടെ, രാജ്യസഭയിൽ മമ്മൂട്ടിയുടെ ശബ്ദം മുഴങ്ങട്ടെ. പുള്ളിക്കും അത് നല്ല രീതിയിൽ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു പാർട്ടി BJP ആണ്, നരേന്ദ്രമോദിയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംസാരിക്കട്ടെ. മമ്മൂട്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് മമ്മൂട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന മമ്മൂട്ടി കഴിവുകൾ BJPയെ സംബന്ധിച്ചിടത്തോളം ആരാണോ കഴിവുള്ള ഒരു വ്യക്തി അവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തിട്ട് രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കാണിച്ചു തന്ന ഒരു പാർട്ടിയാണ് BJP. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒരു ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഹിമന്ത വിശ്വ ശർമ്മ അസമിലെ കോൺഗ്രസിൻ്റെ എല്ലാമായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ BJPയുടെ അസമിലെ BJPയുടെ തന്നെ വലിയ ഭാവിയിലെ പ്രധാനമന്ത്രി പോലും പറയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഹിമന്ത വിശ്വ ശർമ്മ. അപ്പോൾ കഴിവുള്ള ആൾക്കാരെ BJPയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത്തരത്തിൽ മോൾഡ് ചെയ്തെടുക്കും. അപ്പോൾ അത്തരത്തിലൊരാളാവട്ടെ മമ്മൂട്ടി ഭാവിയിൽ രാജ്യസഭയിലോട്ട് പോട്ടെ, മന്ത്രിയാവട്ടെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യട്ടെ. അതിലൂടെ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു പിടിക്കണം.